ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കോട്ടക്ക് ഓപ്പോസിറ്റ് റൂമിലാണ്. ഇവിടെ വന്ന സമയത്ത് ഇവര് പ്രത്യേകതയുള്ള ഫോൺ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ പ്രത്യേകത ചോദിച്ച സമയത്ത് വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളത്തിന് ഇങ്ങനെ വിടാം, ഒരു പ്രശ്നം പറ്റില്ലല്ലോ. അപ്പോ അഡ്രൂഫിന്റെ ഫോൺ പഴയ പറഞ്ഞിട്ട് വേറെ പ്രത്യേകത, നല്ല ഇഷ്ടപ്പെട്ട പ്രത്യേകത നമ്മൾ ഇലക്ട്രീഷ്യന്മാരെ എടുത്തോളിട്ട ചെറിയ ആമറ കഴിഞ്ഞുണ്ടെങ്കിൽ വർക്കിംഗുള്ള ഫോണാണ്. കണ്ടില്ലേ, യാതൊരു തുല്യ നമ്മൾ അടിക്കാൻ പോകട്ടോ. കണ്ടില്ലേ, ഒരു കംപ്ലൈന്റും ഇല്ല. അപ്പോ ഇവിടെ വന്ന സമയത്ത് ഇത്ര നല്ലൊരു ഫോണ് അത് കുറഞ്ഞ വില ഉള്ളൂ, 26 രൂപന്റെ ഉള്ളിൽ വരുന്നുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പോകണം. പിന്നെ വേറെ നല്ലൊരു ഓപ്ഷൻ കൂടി ഇല്ല, അതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൽ ബാറ്ററി വരുന്നത് 6500 mAh ആണ്. അതിലുള്ള സീ പോർട്ടുമ്പോൾ കുത്താം. പിന്നെ എല്ലാവരുടെ കയ്യിലും ഇപ്പോൾ ഫോൺ 1-2 കണ്ടത് ഇത് ഐഫോണാണ്. ഈ ഐഫോണിന്റെ പിന്നീട് എടുത്തിട്ടാണ് ഇതിൽ കുത്തി കഴിഞ്ഞാൽ കണ്ടില്ല, കണ്ട ചാർജ് ചെയ്യാനുണ്ട്. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടുത്തെ ചാർജ് കാണുന്നത് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, പവർ ബാങ്ക് പോലെ ഉപയോഗിക്കുന്നത്. പിന്നെ ഓപ്പോന്റെ ഷോറൂമിൽ തന്നെ വന്ന് വാങ്ങാനുള്ള കാരണം എന്താ പറയുക, എല്ലായിടത്തും 1 വർഷം ഗ്യാരണ്ടി കിട്ടും, അല്ലെങ്കിൽ വാറണ്ടി. ഓപ്പോന്റെ ഷോറൂമിൽ എന്ത് ചെയ്യും, 2 വർഷം കൊണ്ട് നല്ലൊരു ഗിഫ്റ്റും കിട്ടും. പിന്നെ എന്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഈ സോഫ്റ്റ്വെയർ റെഡി ആയി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇവര് ശരിയായി തരും. അതേ സമയത്ത് നമ്മള് സാധാ ഷോപ്പിലേക്ക് എടുത്ത് അങ്ങനെ അങ്ങനെ 10 റുപ്യ അല്ലെങ്കിൽ 50 റുപ്യ ഓല പറഞ്ഞ കേൾക്കരുത്. അതിനെക്കാട്ടെ ഷോറൂമിൽ നിന്ന് വാങ്ങാം. കണ്ടില്ലേ, ഞാൻ പിന്നെയും കാണിച്ചു തരാം. ഇത് ഫേക്ക് ഒന്നും അല്ല, നല്ല ഒറിജിനൽ ഫോണും കിട്ടാം. ഒരാണി വെച്ചു കണ്ടില്ലേ, ഇത്ര നല്ലൊരു ഫോൺ ഇറങ്ങിയിട്ട് മഴ വന്നു വാങ്ങിക്കൊള്ളി. അപ്പൊ കണ്ടില്ലേ, നമ്മളൊന്നും നോക്കിയില്ല, വാങ്ങി, സാധനം വാങ്ങി. കണ്ടോളി, നമ്മൾ വാങ്ങിയ കളറാണ്, പല കളറിലും അവൈലബിൾ ആട്ടാ. അങ്ങനെ സാധനം സെറ്റല്ലേ, മതി. നമ്മൾ ഫോൺ എടുത്തു, നമുക്ക് നല്ല ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, ടാറ്റാ ബൈ ബൈ.